കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നീ പദ്ധതികൾക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം കണ്ടെത്തി അവ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടിയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബൽവന്ത് റായ് മേത്ത. 1957 ജനുവരിയിൽ കമ്മിറ്റി രൂപീകരിച്ചു. 1957 നവംബർ 24 റിപ്പോർട്ട് സമർപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റി. കമ്മിറ്റി നിർദ്ദേശിച്ച ഘടന: 1. ജില്ലാ പരിഷത്ത്, ജില്ലാ പരിഷത്ത് ജില്ലാതലം. 2. പഞ്ചായത്ത് സമിതി, പഞ്ചായത്ത് സമിതി ബ്ലോക്ക് തലം. 3. ഗ്രാമപഞ്ചായത്ത്, ഗ്രാം പഞ്ചായത്ത് വില്ലേജ് തലം. ഈ കമ്മിറ്റിയുടെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ: 1. ഗ്രാമപഞ്ചായത്തുകൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കണം. പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്ത് പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കണം. 2. പഞ്ചായത്ത് സമിതി എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കണം. ജില്ലാ പരിഷത്ത് ഉപദേശക, ഏകോപന, മേൽനോട്ട സമിതി ആയിരിക്കണം. 3. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കണം. 4. ഭാവിയിൽ കൂടുതൽ അധികാര വികേന്ദ്രീകരണം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഒരു സംവിധാനം രൂപപ്പെടുത്തണം. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അംഗീകരിച്ചത് 1958 ജനുവരി. ഈ ശുപാർശകൾ നിലവിൽ വന്നത് 1958 ഏപ്രിൽ 1. 1960കളുടെ മധ്യത്തോടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ഏകദേശം 92% ഗ്രാമീണരെ ഉൾപ്പെടുത്തി 5,79,000 ഗ്രാമങ്ങളും 96% ജനങ്ങളെ ഉൾക്കൊള്ളിച്ചു. 2,17,300 ഗ്രാമപഞ്ചായത്തുകളും ഇത് നടപ്പിലാക്കി. ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ശില്പിയെന്നും ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ, നാഗൂർ ജില്ല. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം 1959 ഒക്ടോബർ 2. പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. 73ാം ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്.